എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഓണരുചിയിൽ അച്ചപ്പമാണ്. അമ്മയുടെ കൂടെ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ഒരു അച്ചപ്പത്തിൻ്റെ രീതിയാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇനി ഇതിന് വേണ്ടത് 2 കിലോ പച്ചരിയാണ് കേട്ടോ. അപ്പോൾ 2 കിലോ പച്ചരി തലേദിവസം വെള്ളത്തിലിട്ട് രാവിലെ പൊടിപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇത് വറുക്കാത്ത പൊടിയാണ്. അതിനിപ്പോൾ വേണ്ടത് 2 വലിയ നാളികേരം, മൂത്ത നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10-15 കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് അടിച്ചുകൊണ്ട് വന്നിട്ട് ഇതിൻ്റെ 2ാം പാലും ആദ്യത്തെ പാലും എടുത്ത് വയ്ക്കണം. ഇതിൻ്റെ പീരെടുത്ത് കളയരുത് കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടി വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്കിത് പിഴിഞ്ഞെടുക്കേണ്ടതാണ്. അപ്പോൾ അതുപോലെ നമുക്കിത് പിഴിഞ്ഞെടുത്ത് വയ്ക്കാം. നാളികേരം ചിരകിയതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ മടി കൊണ്ട് കൊത്തിയെടുത്തതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്കൊരു 4 മുട്ട വേണം. അപ്പോൾ 2 കിലോയ്ക്ക് 4 മുട്ടയാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ 1 കിലോയാണ് തയ്യാറാക്കണമെങ്കിൽ 2 മുട്ട മതി. എന്നിട്ട് നന്നായിട്ട് അടിച്ചിട്ട് നമ്മുടെ ഈ പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1.5 കപ്പ് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 1.5 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നാളികേര പാലുണ്ടല്ലോ, അത് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തേങ്ങയുടെ അകത്താണ് ഞാൻ ഉള്ളി ചേർത്തിട്ട് അരച്ചിരിക്കുന്നത്. കുറേ പേര് നമ്മൾ സെപ്പറേറ്റ് ഉള്ളി അരച്ച് ചേർക്കും. അതേ രീതിയിലും ചെയ്യാം. പിന്നെ നാളികേരത്തിലിട്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. എനിക്ക് നാളികേരത്തിലിട്ട് ഉള്ളി അടിച്ചെടുക്കുമ്പോൾ ആ സത്തെല്ലാം നന്നായിട്ട് ഇങ്ങനെ ഇറങ്ങി കിട്ടും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതേ രീതിയിൽ ചെയ്തത്. എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. ബാക്കി വന്ന പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് കണ്ട ഇതേ രീതിയിൽ ഒരു 10-15 മിനിറ്റ് നേരം നമുക്ക് മിക്സാക്കി കൊടുക്കണം. എന്നാലാണ് പൊടിയൊക്കെ കട്ട പിടിക്കാതെ നല്ല രീതിയിൽ ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ കുറച്ച് എള്ള് കഴുകി അരിപ്പയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നല്ലപോലെ മാവൊക്കെ മിക്സായിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഉരുളിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ചുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട്. ഒരു 10-40 വർഷത്തെ പഴക്കമുണ്ട് കേട്ടോ നമ്മുടെ ഈ അച്ചിന്. അപ്പോൾ ആ അച്ച് നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരണം. അപ്പോഴത്തേനും നമ്മുടെ മാവൊക്കെ ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് ബൗളിലേക്ക് ഒഴിച്ചിട്ട് ഇതുപോലെ അടുത്തിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അച്ചൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് മുക്കി കൊടുക്കാം. ഫുള്ളായിട്ട് മുക്കരുത്, കുറച്ച് പകുതി ഭാഗമായിട്ട് മുക്കിയിട്ട് തിളച്ചെടുക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ ഓരോന്നും നമുക്കിങ്ങനെ അച്ചപ്പം ചുട്ടെടുക്കാം. ഓരോ അച്ചപ്പം ചുട്ടുമ്പോഴത്തേനും നമ്മളൊരു 5 മിനിറ്റ് നേരം അച്ചൊന്ന് ആ എണ്ണയിൽ തന്നെ മുക്കി വയ്ക്കണം. എന്നാലാണ് കേട്ടോ നന്നായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വിടാതെ പോകും. അപ്പോൾ കണ്ടോ, ഇതുപോലെ ഒരു 5 മിനിറ്റ് നേരം അച്ചൊന്ന് ചൂടാകാൻ വയ്ക്കണം. എന്നിട്ട് വീണ്ടും മാവിൽ മുക്കിയിട്ട് പൊരിച്ചെടുക്കാം നമുക്ക്. അച്ചപ്പം തയ്യാറാക്കാനായിട്ട് കുറച്ച് കഷ്ടപ്പാടാണ്. എന്നാലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. 2 കിലോ അരിപ്പൊടിക്ക് ഒരു 130 അച്ചപ്പം തന്നെ കിട്ടും. കുറഞ്ഞ അളവിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 1/2 കിലോ പൊടിക്കോ 1 കിലോ പൊടിക്കൊക്കെ ആണെങ്കിൽ 2-3 മണിക്കൂർ കൊണ്ട് നമ്മുടെ പരിപാടി തീരും. ഞാൻ കുറച്ചധികം ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല അറിവായിട്ട് വരുന്നത് വരെ പോയിട്ട് വരാം.